ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കൃത്യമായ ഉറപ്പ് പറയാതെ കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. സംഘം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് ഛത്തീസ്ഗഡ് സർക്കാർ പ്രതികരണമെന്ന് റായ്പൂരിലെത്തിയ ബി.ജെ.പി. ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു. യു.ഡി.എഫ് എംപിമാരുടെ സംഘം ഛത്തീസ്ഗഡിലെത്തി. സി.പി.ഐ.എം നേതാവ് ബൃന്ദ കാരാട്ടും എൽ.ഡി.എഫ് എംപിമാരുടെ സംഘവും ഇന്ന് ഛത്തീസ്ഗഡിലെത്തും. അതേസമയം വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് രാജ്യത്ത് വലിയ വിവാദമായതോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികളെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചത്. എൻ.കെ. പ്രേമചന്ദ്രൻ, ബെന്നി ബെഹനാൻ, ഫ്രാൻസിസ് ജോർജ് എന്നിവരടങ്ങുന്ന യു.ഡി.എഫ് സംഘം ക്രൈസ്തവ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. ജയിലിലെത്തി കന്യാസ്ത്രീകളെയും കണ്ടു. ബി.ജെ.പി. പ്രതിനിധി അനൂപ് ആന്റണി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ മോചനത്തിൽ വ്യക്തമായ ഉറപ്പില്ലാതെയായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അനൂപ് ആന്റണിയുടെ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ നീതിപൂർവമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമവശമായി ഈ വിഷയത്തിൽ കൂടുതൽ നിയമോപദേശം അദ്ദേഹം തേടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിയമപരമായി ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെ കേരളത്തിലെ സമൂഹത്തെ സഹായിക്കാനാകുമോ, ക്രൈസ്തവ സമൂഹത്തെ സഹായിക്കാനാകുമോ, അതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സർക്കാരും ഉറപ്പു നൽകിയിട്ടുണ്ട്. സി.പി.ഐ.എം നേതാവ് ബൃന്ദ കാരാട്ട്, ലോക്സഭാ കക്ഷി നേതാവ് കെ രാധാകൃഷ്ണൻ, രാജ്യസഭാ അംഗങ്ങളായ എ റഹീം, പി സുനീർ, ജോസ് കെ മാണി എന്നിവരും ഛത്തീസ്ഗഡിലെത്തും. ഇടതുപക്ഷ എംപിമാർ ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ്. ഞാനും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയും അതുപോലെ തന്നെ രാജ്യസഭയിലെ എ റഹീമും അതുപോലെ തന്നെ സുനീറും ഉൾപ്പെടെയുള്ള 4 അംഗ എംപിമാരാണ് ഇടതുപക്ഷത്തിൻ്റെ. അതിനോടൊപ്പം തന്നെ പാർട്ടി നേതാവായിട്ടുള്ള ബൃന്ദ കാരാട്ടും ഉണ്ടാകും. ജാമ്യാപേക്ഷ നൽകുന്ന കാര്യത്തിലടക്കം ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. വെള്ളിയാഴ്ച അറസ്റ്റിലായ കന്യാസ്ത്രീമാർ ദുർഗ് സെൻട്രൽ ജയിലിൽ തുടരുകയാണ്. 24 ഛത്തീസ്ഗഡ്.